90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഇന്ന് ഇതുവരെ കേരളത്തിൽ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര ചിത്രം കാണാം ഇനിയുള്ള അരമണിക്കൂറിൽ. സ്വാഗതം കേരള സ്പീഡ് ന്യൂസിലേക്ക്. എൻഫോഴ്സ്മെന്റ് കേസിൽ എം ശിവശങ്കറിനെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ ശിവശങ്കർ 5ാം പ്രതിയാണ്. കസ്റ്റഡിയിൽ മാനസിക പീഡനമെന്നും കടുത്ത ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ശിവശങ്കർ കോടതിയെ അറിയിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതികൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിച്ച കേസിലെ പ്രതി എം ശിവശങ്കറിനെ രാവിലെ 10:30-ക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും സുപ്രധാന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി 14 ദിവസത്തേക്ക് ഇഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർക്കാതിരുന്ന ശിവശങ്കറിന്റെ അഭിഭാഷകൻ 2 ആഴ്ച കസ്റ്റഡിയിൽ നൽകരുതെന്ന് കോടതിയിൽ പറഞ്ഞു. കസ്റ്റഡി 14 ദിവസം ചോദിച്ചു, 14 ദിവസം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ജഡ്ജി വിധി പറയാനൊരുങ്ങവേ തനിക്ക് കോടതിയോട് ചിലത് ബോധിപ്പിക്കാനുണ്ടെന്ന് പ്രതിക്കൂട്ടിൽ നിന്ന് ശിവശങ്കർ പറഞ്ഞു. അടുത്തുവന്ന് സംസാരിക്കാൻ ജഡ്ജി അദ്ദേഹത്തിന് അനുമതി നൽകി. 3 കാര്യങ്ങളാണ് ശിവശങ്കർ കോടതിയെ അറിയിച്ചത്. 2 ആഴ്ചയായി കടുത്ത നടുവേദനയ്ക്ക് ആയുർവേദ ചികിത്സ നടത്തി വരികയാണ്. നിലവിൽ തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കുമ്പോഴാണ് തന്നെ ബലമായി കസ്റ്റഡിയിലെടുത്തത്. ഈ സാഹചര്യത്തിൽ കസ്റ്റഡി കാലാവധിയിൽ ആയുർവേദ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണം. അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന വാദം ശരിയല്ല. നിലവിൽ 106 മണിക്കൂർ വിവിധ ഏജൻസികൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ശിവശങ്കർ പറഞ്ഞു. ശിവശങ്കറിന്റെ ഈ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി റിമാൻഡ് അനുവദിച്ചത്. ശിവശങ്കറിന് 7 ദിവസത്തേക്ക് ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ട കോടതി ചില കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചു. രാവിലെ 9-നും വൈകിട്ട് 6-നും ഇടയിൽ മാത്രമേ ചോദ്യം ചെയ്യൽ പാടുള്ളൂ. ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും 1 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. ഭാര്യ, സഹോദരൻ, അനന്തരവൻ എന്നിവരെ കാണാൻ അനുവദിക്കണം. ചോദ്യം ചെയ്യലിനിടയിൽ ആയുർവേദ ചികിത്സ ഉറപ്പാക്കണം. വൈകിട്ട് 6 മണിക്ക് ശേഷം ഇതിനായി ഡോക്ടറെ കാണാൻ അനുവദിക്കുക. എന്നാൽ ശിവശങ്കറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നായിരുന്നു ഇഡി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എസ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഒന്നുമില്ല, യാതൊരു ഗുരുതര പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെന്നും ഇത് ചോദ്യം ചെയ്യലിനെയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കുമെന്നും ഇഡി അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്വർണമടങ്ങിയ നയതന്ത്ര ബാഗേജ് വിട്ടു നൽകാൻ മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചെന്ന് എം ശിവശങ്കർ മൊഴി നൽകിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2019 മുതൽ 21 തവണ സ്വർണം കടത്തിയതിനും ശിവശങ്കറിന്റെ ഒത്താശയുണ്ടെന്ന് എൻഫോഴ്സ്മെന്റിന്റെ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിക്കണമെന്ന് സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടെങ്കിലും താൻ തയ്യാറായില്ലെന്നായിരുന്നു ശിവശങ്കർ നേരത്തെ നൽകിയ മൊഴി. ഈ മാസം 15-ന് എൻഫോഴ്സ്മെന്റിന് നൽകിയ മൊഴിയിൽ ബാഗേജ് പരിശോധന കൂടാതെ വിട്ടുനൽകാൻ മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചെന്ന് ശിവശങ്കർ സമ്മതിച്ചതായി അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ ആവശ്യപ്രകാരമാണ് വിളിച്ചതെന്നും ശിവശങ്കർ മൊഴി നൽകി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ശിവശങ്കർ സമാന ഇടപെടൽ നടത്തിയതായി ഇന്ന് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ എൻഫോഴ്സ്മെന്റ് പറയുന്നു. UAE കോൺസുലേറ്റിലേക്കുള്ള നയതന്ത്ര ബാഗേജിൽ പരിശോധന പാടില്ലെന്ന് സന്ദേശത്തിലൂടെയും ഫോണിലൂടെയും ശിവശങ്കർ നിർദ്ദേശിച്ചതായാണ് അപേക്ഷയിലുള്ളത്. ഇതും സ്വപ്നയുടെ ആവശ്യപ്രകാരമായിരുന്നു. ഇതിനും 2 മാസ ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ സ്വപ്നയും സംഘവും ഡമ്മി ബാഗേജുകൾ കടത്തി. പിന്നീട് നടന്ന 21 സ്വർണ്ണക്കടത്തിലും ശിവശങ്കറിന് പങ്കുണ്ടായിരുന്നെന്ന് അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ശിവശങ്കറിന് ധാരണയുണ്ടായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റുമായുള്ള സംയുക്ത അക്കൗണ്ട് ശിവശങ്കറിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. വാട്സാപ്പ് ചാറ്റുകളടക്കം തെളിവുകൾ നിരത്തിയിട്ടും ശിവശങ്കർ സത്യം പറയുന്നില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചതിലൂടെ ശിവശങ്കർ നടത്തിയത് അധികാര ദുർവിനിയോഗമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നയതന്ത്ര ബാഗേജ് വിട്ടുകൊടുക്കാൻ ശിവശങ്കർ ആരെയാണ് വിളിച്ചതെന്നോ ഏത് നമ്പറിൽ നിന്നെന്നോ അറസ്റ്റ് റിപ്പോർട്ടിലോ കസ്റ്റഡി അപേക്ഷയിലോ ഇല്ല. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ചു പ്രതിപക്ഷം. കേസിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് ബാഗ് വിട്ടുകിട്ടാൻ ശിവശങ്കർ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവും മനസ്സുമായി നിന്ന ആളാണ് എം ശിവശങ്കറെന്നും മുഖ്യമന്ത്രിയാണ് പ്രതിക്കൂട്ടിലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പീലാത്തൂസിനെ പോലെ കൈകഴുകാൻ മുഖ്യമന്ത്രിക്കാവില്ല. കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഭരണകൂടം ഹവാല ഇടപാടിനും സ്വർണ്ണക്കള്ളക്കടത്തിനും അധോലോക പ്രവർത്തനങ്ങൾക്കുമൊക്കെ ദുരുപയോഗം ചെയ്തെങ്കിൽ അതിന്റെ ആദ്യത്തെ പ്രതി പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ശിവശങ്കറിന് സ്വപ്നയെ പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. സ്വപ്നയുമായി ശിവശങ്കറിനേക്കാൾ കൂടുതൽ ബന്ധം മുഖ്യമന്ത്രിക്കാണെന്നും കെ സുരേന്ദ്രൻ.
ശിവശങ്കറിനേക്കാൾ കൂടുതൽ ബന്ധം സ്വപ്നയുമായിട്ട് മുഖ്യമന്ത്രിക്കാണുള്ളത്. സ്വപ്നയെ ശിവശങ്കറിന് പരിചയപ്പെടുത്തി കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. ദേശീയ അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരുമ്പഴിക്കുള്ളിലാകുമെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MP ആവശ്യപ്പെട്ടു. M ശിവശങ്കറിനെ കള്ളപ്പണത്തിന്റെ കാവൽക്കാരനായി മുഖ്യമന്ത്രി മാറ്റിയെന്നും കേരളത്തിലേത് അധോലോക സർക്കാരാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന് CPIM വ്യക്തമാക്കി. ശിവശങ്കർ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ ഉള്ളിടത്തോളം കാലം രാജിവെക്കുന്ന പ്രശ്നവുമില്ല. M ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യുവജന സംഘടനകളുടെ വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൌസിന് നേരെ നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മഹിളാ മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ ചാടിക്കയറി നോർത്ത് ബ്ലോക്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത്. മഹിളാ മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളപ്പിനകത്തേക്ക് ചാടിക്കയറി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകർ ക്ലിഫ് ഹൌസ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോട്ടയത്ത് യുവമോർച്ച പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാലക്കാട് യുവമോർച്ച പ്രവർത്തകർ സുൽത്താൻപേട്ടയിൽ റോഡ് ഉപരോധിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. ബംഗളൂരു ആസ്ഥാനമായ ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ രണ്ടാം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. ബംഗളൂരുവിലെ ED സോണൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ. ലഹരിക്കടത്ത് കേസിലെ മുഖ്യപ്രതി അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. രാവിലെ 11 മണിയോടെയാണ് ബിനീഷ് ചോദ്യം ചെയ്യലിനായി ED ബംഗളൂരു സോണൽ ഓഫീസിലെത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 6-ന് ബിനീഷിനെ ചോദ്യം ചെയ്ത വിവരങ്ങൾ ഉൾപ്പെടുത്തി പലതവണ അനൂപ് മുഹമ്മദിനെ ED ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് അനൂപ് നൽകിയ മൊഴികൾ കൂടി മുൻനിർത്തിയാണ് ഇന്ന് ബിനീഷിനെ ചോദ്യം ചെയ്യുന്നത്. ബിനീഷ് നൽകിയ പണം അനൂപ് ലഹരിക്കടത്തിന് ഉപയോഗപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ EDക്ക് ഇനിയും വ്യക്തത വന്നിട്ടില്ല. പല അക്കൗണ്ടുകളിൽ നിന്നായി അനൂപിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ 50 ലക്ഷം രൂപ ബിനീഷ് നൽകിയതാണോ എന്നും ED സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 21-ന് അനൂപിനെയും ബിനീഷ് കോടിയേരെയും ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്യാൻ ED തീരുമാനിച്ചിരുന്നെങ്കിലും ബിനീഷ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ ED നിർദ്ദേശിച്ചത്. കഴിഞ്ഞ തവണ 7 മണിക്കൂറോളമാണ് ED ബിനീഷിനെ ചോദ്യം ചെയ്തത്. കൂടുതൽ മൊഴികൾ ശേഖരിച്ച ശേഷമുള്ള ചോദ്യം ചെയ്യൽ ബിനീഷിന് നിർണായകമാണ്. പൊതുമരാമത്ത് മുൻ സെക്രട്ടറി TO സൂരജിന്റെ മകൾക്കെതിരെ ഭൂമി തട്ടിപ്പു കേസ്. മകൾ ഡോക്ടർ S റിസാന അടക്കം 3 പേർക്കെതിരെയാണ് കോഴിക്കോട് മാറട് പോലീസ് കേസെടുത്തത്. ബേപ്പൂർ വെസ്റ്റ്മാഹിയിൽ റിസാനയുടെ പേരിലുള്ള വസ്തുവിൽ നിന്ന് 60 സെന്റ് നൽകാമെന്ന് പറഞ്ഞ് 61 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം 25 സെന്റ് മാത്രം വിട്ടുകൊടുത്ത് കബളിപ്പിച്ചുവെന്നാണ് കേസ്. 1.12 ഏക്കർ സ്ഥലത്തിൽ നിന്നും സെന്റിന് 1,20,000 രൂപ വീതം നൽകാമെന്നായിരുന്നു ധാരണ. വെസ്റ്റ് മാഹി പുഞ്ചപ്പാടം സ്വദേശി K സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് കോഴിക്കോട് മാറാട് പോലീസ് റിസാനയ്ക്കെതിരെ കേസെടുത്തത്. ബേപ്പൂരിലെ ഭൂമി ബ്രോക്കർമാരായിരുന്ന TK നൌഷാദ്, ശിവപ്രസാദ്, അനിൽകുമാർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. TO സൂരജ് പൊതുമരാമത്ത് സെക്രട്ടറി ആയിരിക്കെയാണ് മകൾ റിസാന ബേപ്പൂരിൽ ഭൂമി വാങ്ങിയത്. ഇത് സൂരജിന്റെ പണം ഉപയോഗിച്ചാണെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. ബേപ്പൂരിലെ ഭൂമി TO സൂരജ് വിജിലൻസിൽ നിന്നും മറച്ചുവെച്ചിരുന്നതായും ആരോപണമുണ്ട്. കേരള സ്പീഡ് ന്യൂസിലേക്ക് വീണ്ടും. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു. മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നടക്കാറുള്ള ആഘോഷങ്ങൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണയില്ല. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1495 ജന്മദിനമാണ് ഇന്ന്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത്. ഹിജ്റ വർഷപ്രകാരം റബിയുൽ അവൽ മാസം 12-നാണ് പ്രവാചകന്റെ ജന്മദിനം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉയർത്തുന്ന സന്ദേശജാഥകൾ, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ഇത്തവണയില്ല. രാവിലെ കുറച്ച് ആളുകൾ, അതായത് ഈ ഇപ്പോഴത്തെ ഗവൺമെന്റ് നിബന്ധന വെച്ചിട്ടുള്ളവർ കുറച്ച് ആളുകൾ വെച്ചിട്ട് ചെറിയ പരിപാടി, അത് കഴിഞ്ഞിട്ട് ഭക്ഷണ വിതരണം മാത്രം, വേറൊരു പരിപാടി ഇല്ല.
പുലർച്ചെ 40 പേരിൽ താഴെ ആളുകൾ മാത്രം പങ്കെടുത്ത വിവിധ പള്ളികളിൽ മൗലൂദ് പാരായണം നടന്നു. തുടർന്ന് പള്ളികളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അന്നദാനം നടന്നു. ചിലയിടങ്ങളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ ഓൺലൈനിൽ സംഘടിപ്പിച്ചു. മലപ്പുറം തിരുനാവായ കുഞ്ചുക്കടവിൽ പോലീസിനെ കണ്ട് ഭയന്ന് പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൂട്ടായിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലിലാണ് ബീരാഞ്ചിറ സ്വദേശി അൻവറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൂട്ടായിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തിരച്ചിലിലാണ് അൻവറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മണൽവാരൽ സംഘങ്ങളെ പിടികൂടാൻ വന്ന പോലീസിനെ കണ്ട് ഭയപ്പെട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ബീരാഞ്ചിറ സ്വദേശികളായ അൻവറും സുഹൃത്ത് ഹാഷിമും പുഴയിൽ ചാടിയത്. ഇതിൽ ഹാഷിം നീന്തി രക്ഷപ്പെട്ടെങ്കിലും അൻവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ അൻവർ പുഴയിൽ മുങ്ങിത്താഴുന്നത് കണ്ട നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞതായി ഇന്നലെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. കൂടാതെ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പോലീസും അഗ്നിശമന രക്ഷാസേനയും തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാൻ ശ്രമിച്ചത് സ്ഥലത്ത് നേരിയ സംഘർഷത്തിനിടയാക്കി. തുടർന്ന് നാട്ടുകാരും മത്സ്യബന്ധന തൊഴിലാളികളും രാത്രി ഏറെ വൈകിയും തിരച്ചിൽ തുടരുകയായിരുന്നു. അൻവറിന്റെ മൃതദേഹം തിരൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണം പിടികൂടി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിയിലായത് 12 പേർ. ഡോർ ലോക്കറിൽ ഒളിപ്പിച്ച നിലയിൽ കൊണ്ടുവന്ന സ്വർണ്ണമാണ് പിടികൂടിയത്. എയർ അറേബ്യ വിമാനത്തിൽ ഷാർജയിൽ നിന്നെത്തിയ കൊണ്ടോട്ടി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് സ്വർണം കൊണ്ടുവന്നത്. ഡോർ ലോക്കറിനകത്ത് ദണ്ട് രൂപത്തിലാക്കി 950 ഗ്രാം സ്വർണ്ണമാണ് ഒളിപ്പിച്ചത്. ഇത് ഒറ്റക്കട്ടിയായി ഡോർ ലോക്കറിൽ ഉരുക്കി വയ്ക്കുകയായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വർണ്ണക്കടത്തിൽ 12 പേരാണ് പിടിയിലാകുന്നത്. കസ്റ്റംസ് ഇന്റലിജൻസിന്റെ എക്സ്റേ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. രാജ്യത്ത് തേയില ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതോടെ പച്ചക്കൊളുന്ത് വില സർവകാല റെക്കോർഡിലെത്തി. ഉൽപാദനത്തിൽ 40% വരെ ഇടിവുണ്ടായതിനാൽ വില ഉയർച്ചയുടെ പ്രയോജനം പൂർണ്ണമായി കർഷകർക്ക് ലഭിക്കുന്നില്ല. പ്രളയവും പ്രതികൂല കാലാവസ്ഥയും കോവിഡ് പ്രതിസന്ധിയും മൂലം രാജ്യത്തെ തേയില ഉൽപാദനത്തിൽ 40%-ലധികം ഇടിവുണ്ടായതോടെ തേയില പച്ചക്കൊളുന്ത് വില ഉയർന്ന് സർവകാല റെക്കോർഡിലെത്തി. ഗുണനിലവാരം കുറഞ്ഞ തേയിലയ്ക്ക് പോലും 26 മുതൽ 29 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. 10 മാസം മുൻപ് കിലോഗ്രാമിന് 9 രൂപ മുതൽ 14 രൂപ വരെയായിരുന്ന വിലയാണ് ഒറ്റയടിക്ക് കുതിച്ചുയർന്നത്. കിലോഗ്രാമിന് 22 രൂപ 66 പൈസ എന്ന റെക്കോർഡ് തറവിലയാണ് തേയില ബോർഡ് ഇത്തവണ പ്രഖ്യാപിച്ചത്. എന്നാൽ ഉൽപാദനം കുറവായതിനാൽ വില ഉയർച്ചയുടെ ഗുണം ചെറുകിട കർഷകർക്ക് കാര്യമായി ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവനോപാധി ഇതെന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ പാവപ്പെട്ട ചെറുകിട കർഷകരുടെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശം. ഇടുക്കിയിൽ 15,000-ലേറെ ചെറുകിട തേയില കർഷകരുണ്ട്. തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയതോടെ മലപ്പുറത്ത് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. കർശന മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ സോഷ്യൽ മീഡിയ പ്രചാരണ പരിപാടികൾക്കാണ് ഇത്തവണ മുന്നണികൾ പ്രാധാന്യം നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ UDF-ലും LDF-ലും ചിലയിടങ്ങളിൽ ഒഴികെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയായിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിൽ മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇതിനോടകം ഫ്ലെക്സുകളും ഉയർന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പ്രചാരണവും ശക്തമാക്കി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കർശന മാനദണ്ഡങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പോലെ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണങ്ങൾ ഇത്തവണ പ്രായോഗികമല്ല. ഇതോടെ ഡിജിറ്റൽ യുദ്ധമാകും തദ്ദേശ തിരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാവുക. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയാകും ഇനിയുള്ള ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം. വാർഡ് തലങ്ങളിലടക്കം സൈബർ സേനകൾക്ക് ഇതിനകം തന്നെ രൂപം നൽകിയിട്ടുണ്ട്. ബ്ലൂ ടിക്ക് എന്ന പേരിൽ ഡിജിറ്റൽ ക്യാമ്പയിൻ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ടിട്ടുണ്ട്. ഡിജിറ്റൽ വിദ്യകൾ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയിരിക്കുകയാണ് CPM. കോൺഗ്രസ് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളുടെ ചുമതല ജില്ലയിലെ 4 KPCC സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രി പൂർണ്ണതോതിൽ സജ്ജമാകാൻ കടമ്പകളേറെ. പൂർണ്ണ സജ്ജമാക്കാതെ പ്രവർത്തനം ആരംഭിക്കുന്നത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചു. ആദ്യ ദിനം 5 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രാരംഭഘട്ടത്തിലേക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ 2 ഡോക്ടർമാർ, 8 സ്റ്റാഫ് നഴ്സ്, 5 ക്ലീനിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ് എന്നിവരെ നിയമിച്ചു. തീവ്രപരിചരണ കേന്ദ്രവും ഓക്സിജൻ വിതരണ സംവിധാനവും ഇനിയും ഒരുക്കിയിട്ടില്ല. 551 കിടക്കകളുള്ള ആശുപത്രിയിൽ 2 ഡോക്ടർമാരെ മാത്രം വെച്ച് 50 പേരെ ചികിത്സിക്കാനാണ് ആരോഗ്യവകുപ്പ് നീക്കം നടത്തുന്നതെന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായി നേരത്തെ പ്രഖ്യാപിച്ച നിരാഹാര സമരം കേരളപ്പിറവി ദിനത്തിൽ തന്നെ തുടങ്ങുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഈ ആശുപത്രിയുടെ കുറിച്ചൊരു ബാലപാഠം പോലും അറിയാതെ പ്രസ്താവന ഇറക്കിയ പുതുമ MLA KV കുഞ്ഞിരാമനെയും കൂടെ ക്ഷണിക്കുന്നു. അവരും കൂടെ കൂടണം. നിങ്ങൾ ഒരുമിച്ച് അവിടെ പോയി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവാസ്തവമുണ്ടെന്ന് തെളിയിച്ചാൽ കാസർഗോട്ടെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് എന്റെ നിരാഹാര സമരത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോകാൻ തയ്യാറാണ്.
വൈദ്യുതിക്കുള്ള സ്ഥിരം സംവിധാനവുമായാൽ മാത്രമേ വെന്റിലേറ്റർ ഉൾപ്പെടെ പൂർണ്ണ തോതിൽ സജ്ജമാക്കാനാകൂ. നിലവിൽ ഓക്സിജൻ എത്തിക്കുന്നതിന് ആവശ്യമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കേരള സ്പീഡ് ന്യൂസിലേക്ക് വീണ്ടും. നെൽകൃഷിക്ക് പ്രോത്സാഹനവുമായി പെരുമ്പാവൂർ രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ കർഷക സമിതി ആദ്യഘട്ടത്തിൽ വിത്തിടലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നാട്ടിൽ വീണ്ടും നെൽപ്പാടങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരുമ്പാവൂർ മലമുറി മേഖലാ കർഷക സമിതി കൃഷിയിറക്കാൻ തീരുമാനിച്ചത്. ഇതിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന പാടശേഖരങ്ങൾക്ക് പുതുജീവൻ നൽകാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ 30 ഏക്കർ പാടത്താണ് കൃഷിയിറക്കുക. ഇതിന്റെ ഭാഗമായി നിലമൊരുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു. എല്ലാവരെയും ജോലി പോയി. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഭക്ഷ്യ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തരിശുഭൂമി ഏറ്റെടുത്ത് അത് ഒരു സമിതിയാക്കി അത് കൃഷി ചെയ്ത് നമ്മൾ ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും പിന്തുണയോടെയാണ് കൃഷി ഇറക്കുന്നത്. നമ്മൾ ഏറ്റെടുത്ത ലക്ഷ്യം 100 ഏക്കറോളം കൃഷി ഇറക്കാനാണ്. അതിൽ 82 ഏക്കറോളം നമ്മൾ ഇപ്പോൾ തന്നെ നെൽകൃഷിയിലേക്ക് വന്നു കഴിഞ്ഞു. കോവിഡ് കാലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കരനെൽ കൃഷിക്ക് 100 മേനി വിളവ്. സമ്മിശ്ര കർഷകനായ കയ്പമംഗലം സ്വദേശി മധു ചക്കാലക്കലിന്റെ നെൽകൃഷിയാണ് വിജയം കണ്ടത്. ജൈവ കൃഷിയിൽ തൽപരനായ മധു കഴിഞ്ഞ 6 വർഷമായി തന്റെ 1 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ പ്രളയങ്ങൾ പച്ചക്കറി കൃഷിക്ക് നാശം വിതച്ചു. ഇക്കൊല്ലവും വെള്ളക്കെട്ടുണ്ടാകുമെന്ന ഭീതിയിലാണ് പച്ചക്കറി കൃഷി ഒഴിവാക്കി മധു ഉമാവിത്ത് ഉപയോഗിച്ച് കരനെൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. ഒരുവിധം കുഴപ്പമില്ലാത്ത വിളവ് കിട്ടിയെന്നാണ് വിശ്വാസം. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ വിളവുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നിലമൊരുക്കിയത്. 140 ദിവസമായപ്പോൾ വിളവെടുക്കാൻ പാകമായി. 100% ജൈവ രീതിയിൽ കൃഷി ചെയ്ത കരനെൽ കൃഷി മികച്ച വിളവ് നൽകി മധുവിന്. കൂടാതെ കൊള്ളി, കൂർക്ക, ചേന, കയ്പ, ഇഞ്ചി, മഞ്ഞൾ, തക്കാളി എന്നിവയും മധു കൃഷി ചെയ്തു വരുന്നുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്ത് ഇനി ഹൈബ്രിഡ് വെണ്ടയും പയറും കൃഷി ചെയ്യാനാണ് മധുവിന്റെ തീരുമാനം. കാസർഗോഡ് കുറ്റിക്കോൽ സ്വദേശി ജിനോ ജോസിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. മരണത്തിന് പിന്നിൽ ഭർത്താവിന് പങ്കുണ്ടെന്നാരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. കുറ്റിക്കോൽ സ്വദേശിയായ 35-കാരി ജിനോ ജോസിനെ എലിവിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതോടെ 25-ന് മരണം സംഭവിച്ചു. ജിനോയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചാണ് ഭർത്താവിനെതിരെ കുടുംബം ബേടകം പോലീസിൽ പരാതി നൽകിയത്. ഭർത്താവായ കരിവേടകം സ്വദേശി ജോസ് പാറത്തട്ടിലിൽ നിന്ന് മകൾക്ക് നിരന്തരം ശാരീരിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ജിനോയുടെ പിതാവ് ജോസ് പറഞ്ഞു. ആത്മഹത്യയിലേക്ക് അവൾ പോകത്തില്ല. ആത്മഹത്യ പ്രേരണയല്ല. ഇത് അവളെ ഒഴിവാക്കിയിട്ട് എൻ്റെ നീ ഒഴിവായി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. അവളെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. എലിവിഷം ഉള്ളിൽ ചെന്ന അവശനിലയിൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷവും ജോസിന്റെ ഭാഗത്തു നിന്ന് സംശയാസ്പദമായ സമീപനമാണ് ഉണ്ടായതെന്നാണ് സഹോദരൻ പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് എന്നെ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് 11 മണിക്ക് വിളിക്കുമ്പോൾ പുള്ളി അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുക ചെയ്തത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ ജിനോയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളും വൈകുകയാണ്. സംസ്ഥാനത്തെ പൊതുറോഡിലുള്ള ആദ്യത്തെ എസ്കലേറ്റർ നടപ്പാലം കോഴിക്കോട് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കോടി രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. മാവൂർ റോഡ് രാജാജി റോഡിൽ നിർമ്മിച്ച എസ്കലേറ്റർ കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. പുതിയ സ്റ്റാൻഡിനും ഇൻഡോർ സ്റ്റേഡിയത്തിനും ഇടയിലെ റോഡിലാണ് എസ്കലേറ്റർ നിർമ്മിച്ചത്. നേരത്തെ മേൽപ്പാലമുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ആധുനിക സംവിധാനം ഒരുങ്ങിയത്. ഇതോടെ കേരളത്തിൽ പൊതുറോഡിലുള്ള ആദ്യത്തെ എസ്കലേറ്റർ മേൽപ്പാലമാണ് കോഴിക്കോട് നഗരത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. 11 കോടി 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഇത് നടപ്പിലായിട്ടുള്ളത്. മാവൂർ റോഡിലെ ഈ വികസനം അടക്കം KMRലാണ് ഇതിന്റെ പണി ഏറ്റെടുത്തിട്ടുള്ളത്. എസ്കലേറ്ററിന് പുറമെ ലിഫ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ലിഫ്റ്റിൽ ഒരേ സമയം 13 പേർക്കും എസ്കലേറ്ററിൽ മണിക്കൂറിൽ 12,000-ഓളം പേർക്കും കയറാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല വഹിച്ചത്. കോഴിക്കോട് ഉള്ളിയേരി പഞ്ചായത്തിന്റെ പകൽ വീട് നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. വയോധികർക്ക് 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലെത്താൻ നിരവധി പടവുകൾ കയറണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ടെന്നും ആക്ഷേപം. വയോധികർക്ക് പകൽ സമയം പരസ്പരം സംസാരിച്ചിരിക്കാനുള്ള സ്ഥലം, വീടുകളിൽ ഒറ്റപ്പെടുന്നവർക്ക് ആശ്വാസ കേന്ദ്രം എന്നിങ്ങനെ വിഭാവനം ചെയ്ത കേന്ദ്രമാണ് ഒറവിലെ പകൽ വീട്. എന്നാൽ വയോധികർക്ക് പകൽ വീട്ടിലേക്ക് എത്താൻ കുത്തനെയുള്ള പടവുകൾ കയറണം. ഈ പടവുകൾ യുവാക്കൾക്ക് പോലും അത്ര സുഖകരമായി കയറാനാവില്ല. ശരിയായ ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ പദ്ധതിയെന്നാണ് ആക്ഷേപം. ഒരു 60 വയസ്സുള്ളവർക്കാണല്ലോ ഇതിപ്പോൾ പകൽ വീട് എന്നാണ് പറയുന്നത്. വൃദ്ധർക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാനും പറ്റൂല. വൃദ്ധർക്ക് പിടിച്ചു കയറ്റാൻ ഒരു സഹായികൾ കൂടി ഇവിടെ നിൽക്കേണ്ടതായ ആവശ്യമായി വരും. 17 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം വർഷങ്ങളുടെ ശ്രമഫലമാണ്. അതേസമയം നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് ബോധ്യമായാൽ പകരം സംവിധാനം ഒരുക്കുമെന്ന് ഉള്ളിയേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ചെറുകാവിൽ അറിയിച്ചു.
ഇതോടെ കേരള സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് 24news.com സന്ദർശിക്കുക.